മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. മാമലക്കണ്ടം സ്കൂളിനായി പുതിയ ഹൈടെക് സ്കൂൾ മന്ദിരം ഒരുങ്ങുന്നു. മാമലക്കണ്ടം സ്കൂളിനായി പുതിയ ഹൈടെക് സ്കൂൾ മന്ദിരം ഒരുങ്ങുന്നു. പുതിയ ഹൈടെക് സ്കൂൾ മന്ദിരത്തിന്റെ നിർമ്മാണത്തിനായി 1-ാം ഘട്ടത്തിൽ 1 കോടി രൂപയാണ് അനുവദിച്ചത്. നിർമ്മാണോദ്ഘാടനം ആന്റണി ജോൺ MLA നിർവഹിച്ചു. വരുന്നവരെ സംബന്ധിച്ചു കേരളത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് വിദൂര പ്രദേശത്ത് ഇപ്പോഴാണെങ്കിൽ HM ആണെങ്കിൽ വയനാട്ടിൽ നിന്ന് വന്നാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഒക്കെ നേരിടുന്ന സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ സ്കൂള് മുന്നോട്ട് പോകുന്നത്. ഇപ്പോഴും ഞാൻ ഓർക്കുന്നു, ഞാൻ കോതമംഗലത്ത് യുവജന സംഘടനയുടെ പ്രവർത്തകനായി ഇരിക്കുന്ന വേളയിലാണ് ഒരു ദിവസം രാവിലെ പറയപ്പെട്ട ഇവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇല്ല, ഇതിപ്പോൾ LLB വിദ്യാർത്ഥിയാണ്, ഈ മാമലക്കണ്ട സ്വദേശിയാണ്. യദുവിൻ്റെ നേതൃത്വത്തിൽ ഈ സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്ന യദുവിൻ്റെ നേതൃത്വത്തിൽ സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും കോതമംഗലം DE ഓഫീസ് ഉപരോധിക്കുന്ന ഒരു സമരം, ഇവിടെ HM നിയമിച്ച് നൽകണം, അധ്യാപകരെ നിയമിക്കണം, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളം ആകെ ശ്രദ്ധിച്ചൊരു സമരമായി അത് മാറി. അതായത് വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും എല്ലാം ചേർന്നുകൊണ്ട് DE ഓഫീസ് ഉപരോധിക്കുന്ന ഒരു സമരം കോതമംഗലത്ത് അന്ന് DE ഓഫീസ് പ്രവർത്തിച്ചിരുന്നത് നമ്മുടെ ഹൗസിംഗ് ബോർഡിന്റെ ഉടമസ്ഥയിലുള്ള റവന്യൂ ടവറിലാണ്. വലിയൊരു ജനകീയ മുന്നേറ്റമായി അത് മാറി. മാധ്യമങ്ങളൊക്കെ വലിയ തോതിൽ കവറേജ് കൊടുത്തു. അതിശക്തമായ സമരമായി മാറിയതിന്റെ തുടർച്ചയിൽ ആ ഘട്ടത്തിൽ സർക്കാർ മറ്റ് വിദ്യാർത്ഥികളുടെ ന്യായമായ ആവശ്യങ്ങളൊക്കെ അംഗീകരിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. വിദ്യാർത്ഥി യുവജന സംഘടന പ്രവർത്തനത്തിൽ ഇരിക്കുന്ന സമയം മുതൽ സ്കൂളുമായി വലിയ ബന്ധം നിലനിന്നിരുന്നു. UDF ഭരണം നിലനിന്നിരുന്ന ഘട്ടത്തിൽ കോതമംഗലത്ത് ഈ സ്കൂളിലെ അധ്യാപകരുടെ വിഷയത്തിൽ യദു കൃഷ്ണൻ, സന്ധ്യ എന്നിവരുടെ സമരവും അവർക്കൊപ്പം നിലകൊള്ളുവാനും സാധിച്ചുവെന്നും തുടർച്ചയിൽ MLA ആയി 2016 തിരഞ്ഞെടുത്ത ശേഷം സ്കൂളിന്റെ ചുറ്റുമതിൽ സ്മാർട്ട് ക്ലാസ് റൂം ആക്കുന്നതിന് വേണ്ട ഉപകരണങ്ങൾ ഉൾപ്പെടെ നൽകാൻ വേണ്ടി ഇടപെട്ടിരുന്നു. തുടർച്ചയിൽ പാർട്ടി നേതൃത്വം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വരും കാല ഭാവിയിൽ മാമലക്കണ്ടത്തിന്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് മുതൽക്കൂട്ട് ആവുന്നതിനുള്ള തുടക്കമാണ് ഇന്നുണ്ടായതെന്നും MLA ഉദ്ഘാടന പ്രസംഗത്തിൽ വ്യക്തമാക്കി. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാധാകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ സൗമ്യ ശശി, വാർഡ് മെമ്പർമാരായ അരുൺ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. KP ഗോപിനാഥ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് PN കുഞ്ഞുമോൻ, സ്കൂൾ HM സരിത ടീച്ചർ, PTA പ്രസിഡന്റ് സുജി CS, സ്കൂൾ സംരക്ഷണ സമിതി അംഗങ്ങളായ ശ്രീജ ബിജു, ആരോമൽ MS തുടങ്ങിയവർ സന്നിധരായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.